റജീസ് ഓൺ ടേസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കപ്പയും ഉണ്ണിക്കാമ്പ് അഥവാ വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിന്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഈ വാഴപ്പിണ്ടിയും കപ്പയും വെച്ച് ഉണ്ടാക്കുന്ന ഈ റെസിപ്പിക്ക് വേണ്ടി ഞാൻ ഇത്രയും വലുപ്പമുള്ള ഒരു കപ്പയാണ് എടുത്തത്. ഏകദേശം ഒരു 750 ഗ്രാമോളം കപ്പയായിരിക്കും ഇത്. പിന്നെ ഇത്രയും വലുപ്പമുള്ള ഒരു ഉണ്ണിക്കാമ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് അറിയപ്പെടുന്നത്. ഞങ്ങളിവിടേക്ക് ഉണ്ണിക്കാമ്പ് എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് വാഴപ്പിണ്ടി എന്നോ ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവം നമുക്ക് ഇതോടൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇത് അരിയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ഇങ്ങനെ നൂല് കൈമേൽ ഇങ്ങനെ ചുറ്റിച്ചാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ കൈകൊണ്ട് വട്ടത്തിൽ ചുറ്റിയെടുത്താൽ കൈക്ക് ഒരു ഫിംഗർ കവറൊക്കെ ഇട്ട ഒരു പ്രതീതിയാണ്. ഇത് അരിഞ്ഞിടുമ്പോൾ നമ്മുടെ കൈ മുറിയുന്നതിനൊക്കെ വളരെ നല്ലൊരു ഉപകാരമായിരിക്കും ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്ന നൂല് കൈമേലുള്ളത് കൊണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിടണം. ഇതോണം ചെറിയ പീസാക്കി കൊത്തി അരിഞ്ഞിടണം. അങ്ങനെ എല്ലാ ഉണ്ണിക്കാമ്പും ഇതോണം വട്ടത്തിൽ നുറുക്കി വെച്ച ഉണ്ണിക്കാമ്പുകളെല്ലാം നമ്മൾ ഇതോണം ഒന്ന് കൊത്തി അരിഞ്ഞിടുക. ഈ ഉണ്ണിക്കാമ്പ് കൊണ്ട് പല വെറൈറ്റി വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇത് മാത്രം വെച്ചിട്ട് തോരനും എല്ലാം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ ഉണ്ണിക്കാമ്പും കപ്പയും വെച്ചിട്ടുള്ള ഒരു വിഭവമാണ്. ഈ നാട്ടിലേക്കൊക്കെ എപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും ഇത് അറിയുമെന്ന് എനിക്കറിയില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ കപ്പയും അതോടൊപ്പം തന്നെ ചെറിയ പീസാക്കി നുറുക്കിയിടണം. ഉണ്ണിക്കാമ്പിൻ്റെ അതേ വലുപ്പം തന്നെ ആയിരിക്കണം നമ്മുടെ കപ്പയ്ക്കും. എന്നാലാണ് ഇത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതാണ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ചോറിൻ്റെ കൂടെ കറിക്ക് പകരമായിട്ടൊക്കെ നമുക്ക് ഈ ഉപ്പേരി എന്നല്ല, ഇതൊരു കൊഴുത്തിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാലും ഉപ്പേരി എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ഉപ്പേരി പോലെ അല്ലെങ്കിൽ കറി പോലെയൊക്കെ ഉള്ള ഒരു സാധനമാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു മീൻ മുളകിട്ടതോ അല്ലെങ്കിൽ ഒരു ചിക്കൻ മുളകിട്ട കറിയോ മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നിൻ്റെ ആവശ്യം വരില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു സംഭവമാണിത്. ഇനി ആ കൊത്തി അരിഞ്ഞിട്ട കപ്പ നമ്മൾ കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചാൽ മതി. ഇനി കുക്കറിൽ തന്നെ ഇടണം നിർബന്ധമൊന്നുമില്ല. വെള്ളം തിളപ്പിച്ച് അതിലിട്ടൊന്ന് ഊറ്റിയെടുത്താലും മതി. വേറെ പാത്രത്തിൽ, ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്കിട്ട് ഊറ്റിയെടുത്താൽ മതി. അങ്ങനെ കപ്പയുടെ മുകളിൽ നിൽക്കുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കുക. ഇതാണ് നമ്മുടെ ഉണ്ണിക്കാമ്പ്, കൊത്തിയരിഞ്ഞെടുത്ത ഉണ്ണിക്കാമ്പാണിത്. അപ്പോഴേക്കും നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നിട്ടേ ഉള്ളൂ. അധികം വെന്ത് ഉടഞ്ഞു പോകരുത്. അതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് ഈ കപ്പയും പിന്നെ ഉണ്ണിക്കാമ്പും രണ്ടും ഒരുമിച്ചിട്ടാണ് ഇനി നമ്മൾ വേവിക്കുന്നത്. ഞങ്ങളൊക്കെ ഇതോണം കപ്പ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റി വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കാറുള്ളൂ. ഇനി അതുവോണം ഉപയോഗിക്കാത്തവർക്ക്, വെള്ളം തിളപ്പിച്ച് ഊറ്റാതെ ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ ഉണ്ണിക്കാമ്പും കപ്പയും ഒരുമിച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ഇനി ആ കപ്പയുടെ മുകളിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ച ഉണ്ണിക്കാമ്പിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരു 4-5 പച്ചമുളക്, എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഉപ്പേരി ലൂസായി പോവും.
ആവശ്യത്തിനുള്ള പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അത് വേവാൻ വേണ്ടി മാത്രമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കാമ്പും കപ്പയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു തവി വെച്ച് നല്ലോണം ഒന്ന് കുത്തി ഉടച്ചെടുക്കണം. നല്ലതുപോലെ അങ്ങ് ഉടഞ്ഞു പോകരുത്. ആവശ്യത്തിന് കുറച്ച് കഷ്ണങ്ങളൊക്കെ അതിൽ വേണം. ഈ പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാൻ. ഇത്രയും ലൂസ് വേണം. അധികം ഡ്രൈ ആയി പോകാനും പാടില്ല, എന്നാൽ കൂടുതൽ വെള്ളം ഉണ്ടായി ലൂസാവാനും പാടില്ല. ഇതാണ് അതിൻ്റെ പാകം. ഇനി നമുക്കിതൊന്ന് വറവിടണം. അതിനുവേണ്ടി കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെക്കണം. ആദ്യം തന്നെ കുറച്ച് ചുവന്ന മുളകും കൂടി ചെറുതായി കട്ട് ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് കരിവേപ്പില. ഇതെല്ലാം ഇതിനു വേണ്ടി വറവിടാൻ വേണ്ടി ആവശ്യമുള്ളത്. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോഴാണ് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച മുളക്, ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ വേവിച്ച് വെച്ച കപ്പയും ഉണ്ണിക്കാമ്പും കൂടിയും ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കപ്പയും ഉണ്ണിക്കാമ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ വളരെ ടേസ്റ്റുള്ളൊരു സംഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടെങ്കിൽ കയ്യിലുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ചോറിൻ്റെ കൂടെ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. ഒരു മുളകിട്ട എന്തെങ്കിലും ഒരു കറിയും കൂടി മാത്രം മതി. ഇതോണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് അതിൻ്റെ തിക്നെസ്. ഇത് തണുത്ത് വരുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് കട്ടിയാവും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. ഞാൻ നേരത്തെ വറവിടുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഉള്ളിയും ചുവന്ന മുളകും കരിവേപ്പിലെല്ലാം മുക്കി വെച്ചിരുന്നു. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കപ്പയും ഉണ്ണിക്കാമ്പും ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റുള്ളൊരു സംഭവമാണിത്.